മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രഭാഷണ പരമ്പരകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലേക്ക് യാത്രയിലായിരുന്നു. ഏറ്റവും ഹൃദ്യമായ 2 പ്രഭാഷണങ്ങൾ, 8-10 പ്രഭാഷണങ്ങൾ നടന്നതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് കേരളത്തിലെ ക്ഷേത്ര സംരക്ഷണ സമിതിയിലെ ഒരു പ്രഭാഷണം തൃശ്ശൂര് ബ്രഹ്മസ്വം മഠത്തിൽ വെച്ച് നടത്താൻ സാധിച്ചതാണ്. ഏതാണ്ട് 10,000 പേര് പങ്കെടുത്തു. എന്നെ അറിയിച്ചിരുന്നത്, നിങ്ങൾ ഇത്രയും ഉജ്ജ്വലരായ പ്രവർത്തകർക്ക് അവര് ഈ 2 ദിവസത്തെ ശിബിരം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു നിർദ്ദേശം സന്ദേശ രൂപത്തിൽ കൊടുക്കണം. എനിക്ക് വളരെ സന്തോഷം തോന്നി. കഴിയുന്നത് ഞാൻ എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും ക്ലാസിഫൈ ചെയ്തിട്ടാണ്, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് പറയാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഞാനതിന് വളരെയധികം ശ്രദ്ധിച്ചു അങ്ങനെ പ്രഭാഷണം കൊടുക്കാൻ. അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കാം. അവിടെ 60 മിനിറ്റ് കൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെ ക്ഷേത്രങ്ങൾ ആഡംബരത്തിൻ്റെയും അതുപോലെ തന്നെ ധൂർത്തിൻ്റെയും കേന്ദ്രമാകരുത്. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ കരിയും കരിമരുന്നും ഒഴിവാക്കണം. മനുഷ്യന്റെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി ഈ ലോകത്തിലെ ഏത് ജീവിയെയും ഏത് വസ്തുക്കളെയും ഉപയോഗിക്കുമ്പോൾ അത് താൽക്കാലികമായ സന്തോഷവും ശാശ്വതമായ ദുഃഖവും വരുത്താൻ വേണ്ടിയിട്ടുള്ളത് ഉപയോഗിക്കരുത്. നമ്മുടെ അമ്പലങ്ങൾ ഗ്രാമങ്ങളുടെ തലസ്ഥാനങ്ങളായിരുന്നു. ആ ഗ്രാമത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ക്ഷേത്രത്തിലാണ് അത് ചർച്ച ചെയ്യലും പരിഹരിക്കലും നടത്തിയിരുന്നത്. ആ ക്ഷേത്രത്തിലെ വിഗ്രഹം ഗ്രാമാധിപന്റെ സ്ഥാനത്താണ്, ഗ്രാമത്തിലെ രാജാവിൻ്റെ സ്ഥാനത്താണ് ഇരിക്കുക. അമ്മയുടെ ഗർഭത്തിൽ 10 മാസം ഇരിക്കുമ്പോൾ 1 മാസത്തിന് 1 ദിവസം എന്നുള്ള കണക്കിൽ അമ്പലത്തിൽ 10 ദിവസത്തെ ഉത്സവമാണ്. ആരംഭം മുതൽക്ക് പൂർണ്ണമായിട്ടും അവസാനിക്കുന്നത് വരെ 10 ദിവസത്തെ ഉത്സവമാണ് പതിവ്. അതും നന്മ നിറഞ്ഞ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ ഉദാഹരണ സഹിതം പറഞ്ഞ് ഞാൻ അവിടെ കൂടിയ ക്ഷേത്ര സംരക്ഷണ സമിതിയിലെ ആത്മാർത്ഥമായ പ്രവർത്തകരോട്, സത്യത്തില് ഹൈന്ദവ സംഘടനകളിലെല്ലാം അഭൂതപൂർവമായ ഒരു ഉണർവ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം വന്നിട്ടുണ്ട്. എല്ലാവരും അഭിമാനത്തോടുകൂടി ഒരു ഹിന്ദുവാണെന്ന് പറയാൻ മുമ്പോട്ട് വരുന്നു. ഭാരതീയ പൈതൃകത്തിലെ നന്മകള് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെ അസാധാരണമാം വിധത്തിൽ ഹിന്ദുക്കളും എടുക്കുന്ന ഒരു കാലഘട്ടം. അതില് ക്ഷേത്രങ്ങള് അനാവശ്യമായ ധൂർത്തിൻ്റെയോ ആഡംബരത്തിൻ്റെയോ അന്ധവിശ്വാസ ദുരാചാര പ്രചരണങ്ങളുടെയോ കേന്ദ്രമാകരുത്. ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു, ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങും മനസ്സിന് നന്മ വരുത്തുന്ന വിധത്തിൽ ഡിസൈൻ ചെയ്യണം. ആ മനസ്സിന് എത്രത്തോളം നന്മ വരുത്താൻ ക്ഷേത്രത്തിന് സാധിക്കുമോ അത്രയും തന്നെ ശരീരത്തിന് ആരോഗ്യം വരുത്താനുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്ന കേന്ദ്രമാക്കണം ക്ഷേത്രങ്ങൾ.
മനസ്സിന്, ശരീരത്തിന് അത്ര തന്നെ പ്രാധാന്യത്തോടുകൂടി പണ്ട് മുതൽക്ക് ഭാരതത്തിലെ കേരളത്തിലുണ്ടായിരുന്ന കുടുംബക്ഷേത്രങ്ങൾ, ഒരു കുടുംബത്തിലെ ബന്ധുക്കള്, സഹോദരി സഹോദരന്മാര്, അച്ഛൻ മുത്തച്ഛൻ, അമ്മ മുത്തശ്ശി, അവരുടെ സഹോദരി സഹോദരന്മാര്, അവരുടെ മക്കള്, അവർക്കെല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരു കേന്ദ്രമാണ് കുടുംബക്ഷേത്രം. ഇന്നും കുടുംബക്ഷേത്ര സങ്കല്പം അസാധാരണമാം വിധത്തില് വളർന്ന് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള കുടുംബക്ഷേത്രങ്ങൾ നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കണം, വളർത്തണം, ഉയർത്തണം, ഉണർത്തണം. കുടുംബത്തിലെ ബന്ധം ദൃഢമാക്കാൻ ഒരു കുടുംബ കോടതിക്കും കഥയല്ലത് ജീവിതത്തിനും സാധിക്കില്ല. നമ്മുടെ കുടുംബത്തിലെ ഭാര്യാഭർത്തൃ ബന്ധം, മാതൃപിതൃബന്ധം, മാതൃപിതൃപുത്ര ബന്ധം, സഹോദരി സഹോദര ബന്ധം, ഇതെല്ലാം ധന്യമാക്കാനുള്ള ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. ആ കുടുംബ ഐശ്വര്യത്തിന്, ആരോഗ്യത്തിന്, ഛിദ്രമാകുന്ന കുടുംബ ബന്ധങ്ങളെ ഭദ്രമാക്കാനുള്ള ഒരു കേന്ദ്രമാക്കണം. അപ്പോ മനസ്സിന്റെ നന്മയ്ക്കുള്ള കേന്ദ്രം, ശരീരത്തിന്റെ ആരോഗ്യം വളർത്താനുള്ള കേന്ദ്രം, കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാനുള്ള കേന്ദ്രം, നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ, നമ്മുടെ സംഗീതം, സംഗീത ഉപകരണങ്ങൾ, ക്ഷേത്രഗീതങ്ങൾ, ക്ഷേത്ര പ്രാർത്ഥനകൾ, ക്ഷേത്രവാദ്യങ്ങൾ, ക്ഷേത്ര കലകൾ, ക്ഷേത്ര സാഹിത്യങ്ങൾ, ക്ഷേത്ര അനുഷ്ഠാനങ്ങൾ, ക്ഷേത്ര മന്ത്രതന്ത്രങ്ങൾ, നമ്മുടെ ജ്യോതിഷം പഠിപ്പിക്കാനുള്ള കേന്ദ്രം, നമ്മുടെ വാസ്തുവിദ്യ പഠിപ്പിക്കാനുള്ള കേന്ദ്രം, നമ്മുടെ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും പഠിപ്പിക്കാനുള്ള കേന്ദ്രം, നമ്മുടെ സംഗീതവും നൃത്തവും പഠിപ്പിക്കാനുള്ള കേന്ദ്രം. ഹിന്ദുക്കൾക്ക് ക്ഷേത്രം വെറും ഒരു ആരാധനാലയം, പ്രാർത്ഥനാലയം മാത്രമല്ല, സമഗ്രമായ മാനസിക, ശാരീരിക, കുടുംബപരമായ, സാംസ്കാരികമായ വളർച്ചയ്ക്കുള്ള കേന്ദ്രമാണ്. ഇന്ന് ക്ഷേത്രങ്ങളിലെ 10 പേരാണ് പാട്ട് പഠിക്കാൻ വരുന്നതെങ്കിൽ പാട്ട് പഠിപ്പിക്കാനുള്ള അധ്യാപകരുണ്ട്, ജ്യോതിഷം പഠിപ്പിക്കാനുള്ള അധ്യാപകരുണ്ട്, വാസ്തുവിദ്യ അറിയുന്നവരുണ്ട്, സംസ്കൃതം പഠിപ്പിക്കാൻ അറിയാവുന്നവരുണ്ട്, നമ്മുടെ നാരായണീയവും ഭഗവത്ഗീതയും ഭാഗവതവും പഠിപ്പിക്കാൻ അറിയുന്നവരുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ നമ്മുടെ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ കേന്ദ്രങ്ങളുടെ യൂണിറ്റുകളാക്കാൻ സാധിക്കണം. നമ്മുടെ സമൂഹത്തിൽ വൈവിധ്യമാർന്ന ജാതി സമ്പ്രദായം ഇന്ന് തിന്മകൾക്ക് ഉപയോഗിക്കാറില്ല. ആരെല്ലാം അതിനെതിരെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഇന്നലെ വൈകുന്നേരം കടവന്ത്ര SNDP യൂണിറ്റിൻ്റെ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയുടെ അനുബന്ധമായ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ 50% SNDPക്കാര്, ബാക്കി എല്ലാ വിഭാഗം ജനതയും ഒരു വർക്കിംഗ് ഡേ ഉച്ചയ്ക്ക് 3 മണിക്ക് അവിടെ സന്നിഹിതരായിരുന്നു. ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്ഷേത്രങ്ങൾ ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകൾക്ക് അതീതമായിട്ട് എല്ലാവർക്കും വരാനും ആരാധന നടത്താനും പഞ്ചശുദ്ധിയോടുകൂടി ക്ഷേത്രോപാസന നടത്താനുമുള്ള കേന്ദ്രമാക്കണം. അതിൽ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ഉള്ള വ്യത്യാസം ഉണ്ടാവരുത്. ഇപ്പൊ സമൂഹത്തിൽ ഐക്യം സൃഷ്ടിക്കാനുള്ള ഒരു കേന്ദ്രമാക്കി നമുക്ക് ക്ഷേത്രങ്ങളെ മാറ്റണം. അതേപോലെ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനുള്ള കേന്ദ്രമാക്കണം. ശബരിമലയും പഴനിയും അതുപോലെ തന്നെ തിരുപ്പതിയുമെല്ലാം എല്ലാ ലോകത്തിലെ എല്ലായിടത്തുനിന്നും ജനങ്ങൾ വരുന്ന കേന്ദ്രമാണ്. അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങൾ രാഷ്ട്ര ഐക്യത്തിൻ്റെ, അമർനാഥും ബദ്രീനാഥും പോലെ തന്നെ ചെറുതോ വലുതോ ആവട്ടെ. നമ്മുടെ ശബരിമലയിൽ 3.7 കോടി 8 കോടി ജനങ്ങൾ വന്നത്, അത് തമിഴ്നാട്ടിൽ നിന്നുണ്ട്, കർണാടകത്തിൽ നിന്നുണ്ട്, അതുപോലെ ആന്ധ്രയിൽ നിന്ന്, ഒറീസയിൽ നിന്നുണ്ട്. എല്ലാവരും ഒരൊറ്റ ലക്ഷ്യം, 14 ഇഞ്ച് ഉയരമുള്ള ഒരു വിഗ്രഹത്തെ അര സെക്കൻഡ് നേരം കാണാനാണ് ഇത്രയും യാത്ര ചെയ്ത് 8 മണിക്കൂർ ക്യൂവിൽ നിന്ന് അവർ വരുന്നത്. ആ വേദനകളൊന്നും അവരെ തളർത്തണില്ല. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനുള്ള കേന്ദ്രമാക്കണം. ഞാൻ നിങ്ങളോടും അപേക്ഷിക്കുന്നു, നിങ്ങൾ യുക്തിവാദിയോ നിരീശ്വരവാദിയോ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ആരുമാവട്ടെ, നിങ്ങളുമായി ബന്ധപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഏത് ചടങ്ങുകൾ നടക്കുകയാണെങ്കിലും
അത് ദുരാചാരവും ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത അനാചാരങ്ങളുമായി മാറാതിരിക്കാൻ ആ ആചാരാനുഷ്ഠാനങ്ങളിൽ മനസ്സിന് നന്മ വരുത്തുന്ന, ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന, കുടുംബ ബന്ധം ദൃഢമാക്കുന്ന, സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കുന്ന, സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന, രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തിന് ഉതകുന്ന നന്മകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി ആൻഡ് നേഷൻ, 6 കാര്യങ്ങൾക്ക് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ വരുത്തുന്ന കേന്ദ്രങ്ങളാക്കണം നമ്മുടെ ക്ഷേത്രങ്ങൾ. വൃത്തിയും വെടിപ്പുമുള്ള കേന്ദ്രം, അറിവുള്ള പൂജാരിമാര്, നല്ല രീതിയിൽ ഡിവോട്ടഡ് ആയിട്ടുള്ള ഭരണാധികാരികൾ, ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രയാണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരോട് തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തില് നല്ല ആവേശകരമായ രീതിയിൽ ഞാൻ വിവരിക്കുകയുണ്ടായി. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതീയ പൈതൃകം ലോകമെമ്പാടും എത്തിക്കുന്ന ആവേശോജ്വലമായ പ്രവൃത്തിയിൽ ഹൈന്ദവ ധർമ്മം, ഹൈന്ദവ സംസ്കാരം അത് ഓരോ വീടുകളിലും എത്തിക്കാനുള്ള യജ്ഞത്തിന് മാതൃകയായിട്ട് അതും ഉപയോഗിക്കണം എന്ന് ഞാൻ വിവരിച്ചു. പ്രണാമം, നമസ്കാരം.